ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങാൻ കേട്ടോ. കാരണം എന്താ അറിയുമോ, എൻ്റെ കിച്ചണിൽ വല്ല വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നില്ലെങ്കിൽ രാവിലത്തെ ടൈമേ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ടൈമേ. നല്ല സൂര്യവെളിച്ചമൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ തുടങ്ങുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഷാമാസ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരെയും ഇതനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് ഞാൻ ഇന്ന് വീഡിയോയുടെ സ്പീഡ് 2x വെച്ചിരിക്കുന്നത്. പൊതുവേ ഞാൻ 4x 3xലാണ് വെക്കാറ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സ്പീഡ് കുറയ്ക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2xലാണ് വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സ്പീഡ് ഓക്കെയാണ്, അതോ ഇനി ഞാൻ കുറയ്ക്കണോ, ഐ ഷുഡ് മേക്ക് ഇറ്റ് 1x അങ്ങനെ ആക്കണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ബോറാവുമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് 2x വെച്ചത്. ലൈക്ക് വെരി സ്ലോ ആയിപ്പോവും വീഡിയോ. ആൻഡ് എത്ര നേരം ഒരേ സംഭവം കാണുക എന്ന് വിചാരിച്ചിട്ടാണ് 2x വെച്ചത്. അപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി ഒരു സ്പീഡിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ. ഞാൻ മാക്സിമം 2xോളം സ്പീഡ് കുറച്ചിട്ടുണ്ട്. ഇനിയും കുറയ്ക്കണമെങ്കിൽ ഞാൻ കുറയ്ക്കാം. അപ്പോൾ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കിച്ചൻ്റെ ഒരു സൈഡിലെ ഷെൽഫിലെ കണ്ടെയ്നേഴ്സിലുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് വരെ പാത്രത്തിലാക്കുകയാണ്. കാരണം ഈ കണ്ടെയ്നേഴ്സൊക്കെ എനിക്ക് കഴുകണം. പക്ഷേ ഇപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ കഴുകേണ്ട. കാരണം എന്താ വെച്ചാൽ സിങ്ക് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് പാത്രങ്ങളായിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളായിട്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് കഴുകട്ടെ, എന്നിട്ട് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഇത് എൻ്റെ ജാഗ്രി പൗഡറിൻ്റെ കണ്ടെയ്നറായിരുന്നു. ഇത് ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ്. അപ്പോൾ ഞാൻ അത് റീഫിൽ ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ മെയിൻ പണി അതായിരുന്നു. ലൈക്ക് ഒരു ആദ്യത്തെ വുഡൻ ഷെൽഫിൻ്റെ 6 കണ്ടെയ്നേഴ്സ്, ഫസ്റ്റ് വൺ അത് ഞാൻ കഴുകി റീഫിൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. സെക്കൻഡ് ഷെൽഫിൻ്റെ കണ്ടെയ്നേഴ്സ് എനിക്ക് കഴുകാണ്ടായിരുന്നു. കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം റീഫിൽ ചെയ്യാൻ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആദ്യം ആ പരിപാടി ചെയ്തു. അതൊക്കെ മാറ്റി വെച്ചിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ അടുക്കളത്തെ മൊത്തം പണി കഴിഞ്ഞിട്ട് അത് കഴുകി വയ്ക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ വന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അത് കഴുകാൻ നിൽക്കേണ്ട കണ്ടെയ്നേഴ്സ്. ആദ്യം ബെഡ്റൂം ലിവിങ് റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. കാരണം ഇന്ന് വീട്ടിൽ കുറച്ച് പണി നടക്കാൻ പോകുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങൾക്ക് ബാൽക്കണിയുടെ കാണിച്ചു തന്നില്ല. അതേപോലെ ഇന്ന് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ഉണ്ട് ബാക്കി. അപ്പോൾ അതിൻ്റെ സാമഗ്രികളായിട്ട് ഇന്നലെ വർക്കേഴ്സ് വന്നിട്ട് ഇവിടെ വെച്ച് പോയിരുന്നു. അപ്പോൾ ഇന്ന് വരും എന്നാണ് പറഞ്ഞത്, നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡ്റൂമിനാണ് തുടങ്ങണേ. കാരണം വെച്ചാൽ ബെഡ്റൂമിൽ ബ്ലാങ്കറ്റ്സും എല്ലാം അങ്ങനെ ചറപറാന്ന് കിടക്കണം. അപ്പോൾ ഒന്ന് ഭയങ്കര വൃത്തികേടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ. ലിവിങ് റൂം അത്ര വൃത്തികേടല്ല, എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി വെക്കാനുള്ളൂ. ബെഡ്റൂം അങ്ങനെയല്ല, ഫുൾ മെസ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ബെഡ്റൂമിൻ്റെ എല്ലാ ബ്ലാങ്കറ്റ്സും ഒന്ന് വൃത്തിയിൽ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ് അതിൻ്റെ സ്ഥലത്ത്. ഇപ്പോൾ ബാംഗ്ലൂരിലില്ലേ ഭയങ്കര തണുപ്പാണ് ഈവനിങ് ടൈം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ ബെഡ്ഷീറ്റിന് മീത് അങ്ങനെ കിടക്കാൻ പറ്റില്ല. വി നീഡ് സംതിങ് ലൈക്ക് AC ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ വോം ബെഡ്ഷീറ്റ്സ് വരില്ലേ, അത് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് അതാണ് കുറച്ചുകൂടി പ്രിഫറബിൾ. കോട്ടൺ ബെഡ്ഷീറ്റ്സിന് മീതെ ഡയറക്റ്റ്ലി കിടന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് താഴത്തിന് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ AC ബ്ലാങ്കറ്റ് ഉണ്ട് എൻ്റെ അടുത്ത് 2 അപ്പോൾ അതാണ് വിരിക്കാറ്. കാരണം എൻ്റെ അടുത്ത് വോം ബെഡ്ഷീറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫിലാൽ അതാണ് വിരിക്കണത്, ഈ കോട്ടൺ ബെഡ്ഷീറ്റിന് മീതെ. രാത്രി മാത്രം രാവിലെ ഞാൻ എടുത്ത് മടക്കി വയ്ക്കും. ഇപ്പോൾ ബെഡ്ഷീറ്റ് 4 ഭാഗത്തിനൊന്ന് ഇതാക്കി വെക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് പെട്ടെന്ന് കൈ എവിടെ തട്ടിയെന്ന് എനിക്കറിയില്ല, വുഡനിൽ തട്ടി തോന്നുന്നു, നല്ല നമുക്ക് വെച്ചു. അപ്പോൾ അതൊന്ന് ചെയ്യാണിപ്പോൾ. അതൊന്ന് എല്ലാ സൈഡിനും ഒന്ന് വീണ്ടും അത് ടക്കിൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞെടുക്കുകയാണ്. കാരണം അതല്ലാതെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് കുടഞ്ഞ് വിരിക്കുക പറഞ്ഞാൽ ഫിറ്റഡിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബെറ്റർ ഇങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടി ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഫുൾ ബെഡ്റൂം ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. ബെഡ്റൂമിൻ്റെ പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി വേഗം ലിവിങ് റൂമിലേക്ക് കിടക്കാം. ലിവിങ് റൂമിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ട് ചെറുപറാന്ന് ഈ TV യൂണിറ്റിന് മീതെ കിടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ബൈക്ക് കേട് വന്നിരുന്നു. അപ്പോൾ അതെന്തോ റിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ എടുത്തിരുന്നു. അതൊക്കെ ഈ TV യൂണിറ്റിന് മീതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനത്ത് വെച്ചിട്ടോ. എന്നിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഇവിടെ ഡസ്റ്റ് പെട്ടെന്ന് വരും, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് വരും ഡസ്റ്റിങ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാ സൈഡും. പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അവിടെ കുറേ ചാക്കുകൾ വെച്ചിട്ടുണ്ട്. വർക്കേഴ്സ് വന്നിട്ട് അവർ വെച്ച് പോയതാണ്. ഇന്ന് വരും പറഞ്ഞിട്ട് 9:30 വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 9 o'clock സമയം. 10 മണി വരെ ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ ചെയ്യുമ്പോൾ 10 മണി. അപ്പോൾ ഇതുവരെ ഒന്നും അവർ വന്നില്ല കേട്ടോ. അവർ വരും വിചാരിച്ചിട്ട് ഞാൻ വേഗം പണി ചെയ്ത് വെക്കണേ. പക്ഷേ ഇതുവരെ ഒന്നും അവർ വന്നില്ല. അവർ ഉച്ചയായിട്ട് അവർ വന്നത്.
പക്ഷേ അവർ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ വേഗം തന്നെ സെറ്റാക്കി വെച്ചിട്ടോ. അതുകൊണ്ട് പണിയൊക്കെ വേഗം കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ലാഗ് അടിക്കുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ അവർ എടുത്ത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ. അത് ഇന്ന് ഉപയോഗിക്കും. കാരണം കുറേ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണർ പറഞ്ഞിട്ട് അതെന്തോ ഒന്ന് പുട്ടി പോലത്തെ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ സെൻറ്റർ ടേബിളിൽ ഹെൽമെറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. എൻ്റെ ഒന്ന് കുടഞ്ഞ് ലിവിങ് റൂമൊക്കെ ഒന്ന് എല്ലാവിടെയും കുടഞ്ഞ് വൃത്തിയാക്കി ഡസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് അടിച്ചു വാരിയെടുക്കും. അത്രയും ലിവിങ് റൂമിൽ ചെയ്യാനുള്ള ഒരുപാട് പണിയൊന്നുമില്ല. ഓൾറെഡി സെറ്റായിട്ടാണ് ലിവിങ് റൂം ഇരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ മുന്നിൽ കിടക്കണ മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്കിങ് ദ വീഡിയോസ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് സ്ലോലി ആൻഡ് സ്റ്റഡിലി നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 929 സംതിങ് സബ്സ്ക്രൈബേഴ്സ് റൈറ്റ് നൗ. ബട്ട് വിത്തിൻ എ മന്ത് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. ഞാൻ ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല. ബട്ട് വിത്തിൻ എ മന്ത് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. കാരണം നിങ്ങൾ കാരണമാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആയത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് 40 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 0 വാച്ച് വാസ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസവും ഇന്നത്തെ ദിവസവും. ആൻഡ് വിത്തിൻ ഫ്യൂ ഡേയ്സ്, അത്രയും വലിയ സ്പാനൊന്നും എടുത്തില്ല നമ്മളൊരു 900 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി തന്നെ. സോ ഐ എം സോ താങ്ക്ഫുൾ. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺസ് കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റ്സ് വരുമ്പോഴാണ് എനിക്ക് സത്യം പറയാമല്ലോ ഭയങ്കര മോട്ടിവേഷനാണ്. എനിക്കതിലൂടെ ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷനാണ്. ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കുറേ പേര് പറഞ്ഞു. ലൈക്ക് വീഡിയോയുടെ സ്പീഡ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്രാവശ്യം ശ്രദ്ധിച്ചത്. വീഡിയോയുടെ സ്പീഡ് ഞാൻ 2x കുറച്ചിട്ടുണ്ട്. ഇനിയും കുറയ്ക്കണമെങ്കിൽ പ്ലീസ് കമൻറ്റ്. അതനുസരിച്ച് ചെയ്യാം. ബട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്ലോ ആയി പോവും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ബോറിങ്. ബിക്കോസ് ഇപ്പോൾ ചാനലിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന വീഡിയോസ് ഒരു ഇച്ചിരി സ്പീഡുള്ള വീഡിയോസാണ്. ഇഫ് യു കുഡ് സി, നിങ്ങൾക്ക് ചാനലിൽ വീഡിയോസൊക്കെ കാണാമല്ലോ. ഇഫ് യു കുഡ് സി, ഏറ്റവും ഒരു 4x 3x സ്പീഡിൽ ഓടുന്ന വീഡിയോസാണ് ഇപ്പോൾ ചാനലിൽ കൂടുതൽ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 3x സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ഫൈൻഡിങ് ഇറ്റ് ലൈക്ക് ലിറ്റിൽ ഓഡ്, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2x സ്പീഡിലേക്ക് വന്നു. ഐ തിങ്ക് സോ ദിസ് ഇസ് ഓക്കെ. കാരണം ഇതിനെക്കാട്ടിലും സ്പീഡ് പറഞ്ഞാൽ ഐ തിങ്ക് സോ ഇറ്റ് വിൽ ബി വെരി ബോറിങ്. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് മീ ടു റെഡ്യൂസ് ദ സ്പീഡ്, ഐ റെഡ്യൂസ് ഇറ്റ് ലിറ്റിൽ മോർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളത്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമൊക്കെ ക്ലിയറായി കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ബാൽക്കണിയാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ബാൽക്കണിയിൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ജെക്ക് എല്ലാ ചെടികൾക്കും കുറച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ മെസ്സായിട്ടാണ് കിടക്കുക. ഈ ഇടുന്ന പരിപാടി മാത്രമേ അവർ ചെയ്യുള്ളൂ, ബാക്കി ക്ലീനിങ്ങിൻ്റെ പരിപാടി ഹസ്ബൻഡ്സ് ചെയ്യൂല. അപ്പോൾ അത് ചെയ്യും, ബട്ട് എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആവില്ല അവൻ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ തന്നെ ചെയ്യാണ് എനിക്ക് ഏറ്റവും നല്ലത് തോന്നുക. അപ്പോൾ അത് അങ്ങനെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ടൈം കിട്ടിയില്ല, ഇന്നലെ ആകെ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ഞാൻ ബാൽക്കണി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ 2 ബാൽക്കണി എനിക്ക് വൃത്തിയാക്കണ്ടായിരുന്നു. ഞാൻ ഒരു ബാൽക്കണിയുടെ ഷെയർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. ആൻഡ് ഇന്നലെ ഇവിടെ കുറേ തുണികൾ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. ആ റൂമിൽ വെക്കാനുള്ള തുണികളൊക്കെ ആ റൂമിൽ കൊണ്ടുപോവാണ്. ഈ റൂമിൽ വെക്കാനുള്ളതൊക്കെ ഈ റൂമിൽ വെക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ തുണികളും കൂടി ആകുമ്പോൾ ആകെ മെസ്സാണ്. മറ്റേ സൈഡിലുള്ള സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ദിവാലിയുടെ സാധനങ്ങളാണ്. അതിനൊരു 2 സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് എനിക്ക് മേടിക്കണം. പക്ഷേ ഡിമാർട്ട് പോകാനും പറ്റിയിട്ടില്ല, അത് മേടിച്ചിട്ടുമില്ല. അതിന് വേണ്ടി അത് സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൺസ് അത് മേടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അത് മാറ്റി മീതയ്ക്ക് കയറ്റും. അപ്പോൾ റൈറ്റ് നൗ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ റൂമിൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റായി കഴിഞ്ഞു. തുണികളൊക്കെ അതായത് സ്ഥാനത്ത് എടുത്ത് വെച്ചു. ആൻഡ് എല്ലാം ഒന്ന് വൃത്തിയിൽ കുടഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. എനിക്കിതിൽ ചവിട്ടി മാറ്റാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചവിട്ടി ഓൾറെഡി തിരുമ്പിയിട്ടിരുന്നു. അപ്പോൾ അത് വിരിച്ചിട്ട് അത് മുഷിനെ ചവിട്ടി എടുത്തിട്ട് തിരുമ്പാടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഗുലർലി ഇത് മാറ്റുന്ന സാധനമാണ്. അപ്പോൾ 2 ചവിട്ടി ഈ റൂമിലേക്ക്, എല്ലാ റൂമിലേക്കും 2 ചവിട്ടിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ റൂമും നമ്മുടെ വൃത്തിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ രാവിലെ എടുത്തു വെച്ച നമ്മുടെ കണ്ടെയ്നേഴ്സ് നമ്മളൊന്ന് വൃത്തിയായി കഴുകി ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കണ്ടെയ്നേഴ്സ് എടുത്തിട്ടാണ് കഴുകണേ. കാരണം അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. വെറുതെ അത് അവിടെ ഇവിടെ ഇട്ടിട്ട് എന്തിനാ പൊട്ടിക്കണേ. എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലാസ് ഏത് ഞാൻ എടുത്താലും ഗ്ലാസ് ഒന്ന് പൊട്ടും. അപ്പോൾ ഞാൻ മാക്സിമം നോക്കിയിട്ടാണ് ചെയ്യുക. പക്ഷേ എനിക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജെക്കൊക്കെ ഇങ്ങനെ പറയുക മേടിച്ച് വരും, എന്നിട്ട് അവൾ തന്നെ പൊട്ടിക്കും, എന്നിട്ട് വീണ്ടും പോയി മേടിക്കും, എന്നിട്ട് അവൾ തന്നെ പൊട്ടിക്കും. ആക്ച്വലി തന്നെയാണ് സത്യം. ബട്ട് ഐ ലൈക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണൊക്കെ. പക്ഷേ എന്നാലും പൊട്ടും ചിലപ്പോഴൊക്കെ. ഇതൊക്കെ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ട് അപ്പോൾ കഴുകണേ. എന്നിട്ട് ഞാൻ വേഗം വാഷിംഗ് മെഷീൻ്റെ മീതെ കൈയോടെ ഉണങ്ങാൻ വെക്കാൻ കേട്ടോ. കാരണം വെയിൽ വരുമ്പോൾ അത് ഉണങ്ങി കിട്ടിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഇപ്പോൾ അമ്മ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് പൊതുവേ അമ്മയാണ് ഉണ്ടാക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കാരണം ലഞ്ച് സമയത്താണ് എൻ്റെ മറ്റേ ക്ലീനിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത് അമ്മ മാനേജ് ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടെയ്നേഴ്സും വൃത്തിയാക്കിയിട്ട് നമ്മളത് അവിടെ വാഷിംഗ് മെഷീൻ്റെ മീതെ വെക്കും. ഒരു 6 കണ്ടെയ്നേഴ്സാണ് ഇന്ന് നമ്മൾ എടുത്തിരുന്നത് വൃത്തിയാക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഏരിയ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കും ചാനലിന് സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.